ഹായ്. ദൃശ്യം 3 മലയാള സിനിമകളുടെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൃശ്യം 3യുടെ കളക്ഷൻ കണ്ട്, അതായത് ദൃശ്യം 3യുടെ കളക്ഷന്റെ ആ പോക്ക് കണ്ടിട്ട് നമ്മുടെ സിനിമാ കാഴ്ചക്കാരൻ നവാസ് കരഞ്ഞ് നിലവിളിക്കുകയാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ പുള്ളിയുടെ കരച്ചിലിന്റെ ആ മനോഹാരിത? ആ നിലവിളി ശബ്ദം കേൾക്കാൻ എന്ത് രസമാണ്. അതിനു മുൻപ് ദൃശ്യം 3യെ കുറിച്ച് പറയാം. ദൃശ്യം 3 ഇപ്പോ ഗംഭീര കളക്ഷൻ നേടി മുന്നോട്ട് പോകുന്നു. ആദ്യ വീക്കെൻഡിൽ 150 കോടിക്കടുത്തുള്ള ഒരു കളക്ഷനാണ് സിനിമ നേടിയെടുത്തത്. തിങ്കളാഴ്ച സിനിമ വീഴും എന്നാണ് പല ഹേറ്റേഴ്സും പറഞ്ഞത്. തീർച്ചയായും നമ്മളും വിചാരിച്ചിരുന്നത് തിങ്കൾ ചൊവ്വ ഈ 2 ദിവസങ്ങളിൽ കളക്ഷനിൽ കാര്യമായിട്ടുള്ള ഇടിവുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ബുധനാഴ്ച മുതൽ അവധിയാണ്. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഗംഭീര കളക്ഷൻ വരും എന്ന് നമ്മൾക്കറിയാം. അതായത് ബുധൻ മുതൽ അടുത്ത ഞായർ വരെയും ഗംഭീര കളക്ഷൻ ആയിരിക്കും. പക്ഷേ ഈ തിങ്കൾ ചൊവ്വ ഈ 2 ദിവസങ്ങളിൽ കളക്ഷൻ ഇടിയും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഗംഭീര ബുക്കിംഗ് ആണ് ഇപ്പോഴും സിനിമയ്ക്കായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 6 കോടി ഉറപ്പായും നേടിയെടുക്കും എന്നുള്ളത് ഇതിന്റെ പ്രീസെയിൽ കളക്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാളെയും ഗംഭീര ബുക്കിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് ഇന്ന് തിങ്കളാഴ്ച ഈ സമയത്തും സിനിമയ്ക്ക് 12,000-ഓളം ടിക്കറ്റുകൾ മണിക്കൂറിൽ വിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഹേറ്റേഴ്സിന്റെ കിളി പോവും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇനി വരുന്ന വീക്കെൻഡോടുകൂടി ദൃശ്യം 3ക്ക് മുന്നിൽ പല മലയാള സിനിമകളും തകർന്നു വീഴും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇനി സിനിമാ കാഴ്ചക്കാരന്റെ കരച്ചിലിന്റെ കാര്യം പറയാം. എന്തിനാണ് പുള്ളി ഇത്രയും കരയുന്നത്? നമ്മൾ മുൻപേ പറഞ്ഞിട്ടുണ്ട്, മോഹൻലാലിന്റെ സിനിമകളുടെ കളക്ഷൻ കാണുമ്പോൾ ഇവറ്റങ്ങൾക്ക് കരച്ചിലാണ്. ഇവർ പറഞ്ഞു തുടങ്ങും തള്ളാണ്, ആന്റണിയുടെ തള്ളാണ്, ബുക്ക് മൈ ഷോയും ആന്റണിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഗൾഫ് രാജ്യങ്ങളിൽ ആന്റണി പൈസ കൊടുത്ത് ആളെ കയറ്റുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ വരും എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതിനുള്ള കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അറിയില്ല എന്താണ് ബുക്കിംഗ്, എന്താണ് യഥാർത്ഥ കളക്ഷൻ എന്ന് ഇവർക്ക് അറിയില്ല. ഇവരെ സംബന്ധിച്ച് 85 കോടിയാണ് ഏറ്റവും വലിയ കളക്ഷൻ. അതിനപ്പുറത്തേക്ക് ഇവർക്കൊരു കളക്ഷൻ ഇല്ല. കളങ്കാവൽ എന്ന സിനിമ മണിക്കൂറിൽ 15,000-ഓളം ടിക്കറ്റുകൾ വിറ്റപ്പോൾ അതായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ ബുക്കിംഗ്. അതിനപ്പുറത്തേക്ക് ഇവർക്കൊരു ബുക്കിംഗ് ഇല്ല. ദൃശ്യം 3 42,000 ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റപ്പോൾ അത് ആന്റണി പെരുമ്പാവൂരും ബുക്ക് മൈ ഷോയും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നുള്ളതാണ് പുള്ളിയുടെ വാദം. അതെന്തോ ആയിക്കോട്ടെ. പുള്ളി ഇപ്പൊ പറയുന്നത് 58 മണിക്കൂർ കൊണ്ട് 100 കോടിയോ ഒരിക്കലും സംഭവിക്കില്ല, ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. അവർക്കറിയില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ സംബന്ധിച്ച് അത് ആവില്ല. ഇതിനൊക്കെ കാരണം മമ്മൂക്കയാണ്. ശരിക്കും മമ്മൂക്കയെ കുറ്റം പറയാൻ പറ്റില്ല. മമ്മൂക്ക മാക്സിമം ചെയ്യുന്നുണ്ട്. അതായത് പോസിറ്റീവ് റെസ്പോൺസ് വരുന്ന സിനിമകൾ മമ്മൂക്ക മാക്സിമം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവര് സമ്മതിക്കണ്ടേ? ഇവരെ പോലുള്ള ആരാധകർ അതിന് സമ്മതിക്കണ്ടേ? സിനിമ നന്നായാൽ മാത്രം പോരാ, തിയേറ്ററിൽ പോയി പടം കാണണം. ഇയാളെ പോലുള്ള കുറെ ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഗംഭീരം, അതിഗംഭീരം, പോസിറ്റീവ് റെസ്പോൺസ്, വേറെ ലെവൽ എന്നൊക്കെ പറയും. പക്ഷെ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോവില്ല. ഫാമിലി ആയിട്ട് ആ തിയേറ്ററിലേക്ക് പോയിരുന്നു എങ്കിൽ മമ്മൂക്കയ്ക്ക് എപ്പോഴോ 100 കോടി കിട്ടിയേനെ. ഇത് ഫസ്റ്റ് ഡേ തന്നെ പോയിട്ട് ഗംഭീരം, അതിഗംഭീരം എന്ന് പറഞ്ഞ് ഇറങ്ങി വരും. പിന്നെ ആ ഭാഗത്തേക്ക് ചിന്തിക്കില്ല. ഈ പറയുന്ന പല മമ്മൂട്ടി ഫാൻസും അങ്ങനെ തന്നെയാണ്. മമ്മൂക്കയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഫാൻസിന്റെ കയ്യിരിപ്പ് കൊണ്ട് തന്നെയാണ് മമ്മൂക്കയ്ക്ക് 100 കോടി കിട്ടാത്തത്. അതുകൊണ്ട് ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കരയുകയാണ്. മറ്റുള്ള പല ആൾക്കാരും 100 കോടിയും കടന്ന് 150 കോടിയും കടന്ന് 200 കോടി വരെ പല ആൾക്കാരും നേടിയെടുത്തു. ലാലേട്ടനാണെങ്കിൽ 100 കോടി അടിച്ചു. അതിൽ തന്നെ ഒരു 250 കോടി, ഒരു 200 കോടി. ദൃശ്യം 3 250 കടന്ന് 300ലേക്ക് എത്തും എന്നുള്ളതും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കരച്ചിലിന്റെ രീതിയും മാറും. ഇപ്പൊ സിനിമാ കാഴ്ചക്കാരൻ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തള്ളാണ്, ആരും വിശ്വസിക്കരുത്, ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല, ഇതൊക്കെ തള്ളാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 58 മണിക്കൂറിൽ 100 കോടിയേ! ഇതൊക്കെ കേരളത്തിൽ നടക്കുന്ന കാര്യമാണോ? ഇതൊക്കെ തള്ളാണ്, ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള തരത്തിലാണ് പുള്ളി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ പുള്ളിയുടെ കരച്ചിൽ കാണുന്നതിന് ഒരു പ്രത്യേക സുഖമാണ്. ആ നിലവിളി ശബ്ദം, അതൊരു സുഖമാണ്. ആ കരച്ചിൽ കേൾക്കുമ്പോഴാണ് ആ ദൃശ്യത്തിന്റെ ആ കളക്ഷന്റെ വലുപ്പം നമുക്ക് മനസ്സിലാവുന്നത്. ഈ സിനിമാ കാഴ്ചക്കാരൻ ഇന്നലെ മോഹൻലാൽ ഫാൻസിന് മറുപടിയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ചെകുത്താന്റെ വീഡിയോയും എടുത്തു വെച്ച്. ഇപ്പൊ ചെകുത്താൻ പുള്ളിക്ക് ദൈവതുല്യനാണ്. പുള്ളി മോഹൻലാലിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂപ്പറാണ്, അതെല്ലാവരും കേട്ടു നോക്കണം എന്ന് പറയും. പക്ഷെ മമ്മൂക്കയെ കുറിച്ച് പറഞ്ഞാൽ വൃത്തികെട്ടവൻ, തെണ്ടി, നാറി എന്നൊക്കെ പുള്ളി വിളിച്ച് പറയുകയും ചെയ്യും. ഇന്നലെ പുള്ളിയുടെ വീഡിയോയിൽ ചെകുത്താന്റെ വീഡിയോ എടുത്തു വെച്ചിട്ടാണ് പുള്ളി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടില്ലേ, കണ്ടില്ലേ, ചെകുത്താൻ പറയുന്നത് കേട്ടില്ലേ? ഇപ്പോ ചെകുത്താൻ ദൈവതുല്യനാണ് പുള്ളിക്ക്. ഈ ഫേസ്ബുക്കിലെല്ലാം ഒരു മെലിഞ്ഞിട്ടൊരു ചങ്ങാതിയുണ്ട്, ആ പുള്ളിയുടെ പേരെനിക്കറിയില്ല. ആ പുള്ളിയും ഇതിനേക്കാളും കഷ്ടമാണ്. കുറച്ചൊക്കെ ലോജിക്ക് വേണ്ടേ? ഇപ്പോൾ നിങ്ങൾ ആ രാജേഷ് ചന്ദ്രൻ, മമ്മൂട്ടി ഫാൻസിന്റെ മെയിൻ ആളാണ്. മമ്മൂട്ടിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ രാജേഷ് ചന്ദ്രൻ ടോക്സ്, അങ്ങനെന്തോ ആണ് പുള്ളിയുടെ പേര്. പുള്ളി കണ്ടില്ലേ, ഒരു അക്ഷരം പോലും മിണ്ടാതെ അങ്ങനെ ഇരിക്കുന്നത്. പുള്ളിക്കറിയാം പുള്ളി സാക് നിൽക്കിന്റെ കണക്കാണ് നോക്കുന്നത്. സാക് നിൽക്കിന്റെ കണക്കിൽ 141 കോടിയാണ് ദൃശ്യം 3യുടെ കളക്ഷൻ. അതുകൊണ്ട് പുള്ളി ഒരു അക്ഷരം മിണ്ടുന്നില്ല, വീഡിയോയും ചെയ്യുന്നില്ല. ആ ഒരു മാനദണ്ഡം നിങ്ങൾക്ക് കാണിച്ചുകൂടെ? പുള്ളിക്ക് മനസ്സിലായി കൈവിട്ടു പോയി, പിടിച്ചാൽ കിട്ടില്ല, മമ്മൂട്ടി
മോഹൻലാലിനെ കണ്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയൊക്കെ നടന്നൂടെ മനുഷ്യ നിങ്ങൾക്ക്? നിങ്ങൾ ഈ കണ്ണടയും വെച്ച് ഉള്ളിൽ കരഞ്ഞ് നിലവിളിച്ച് ചിരിക്കുന്ന ഭാവത്തോടെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാം. അത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. സത്യമായിട്ട് ഞാനൊരു മമ്മൂട്ടി ഹേറ്ററൊന്നുമല്ല. എനിക്ക് മമ്മൂക്കയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നിങ്ങളെപ്പോലുള്ള കുറച്ച് ഫാൻസ് അതെനിക്ക് ഒട്ടും ദഹിക്കില്ല. ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. പല ആൾക്കാരും കഷ്ടപ്പെട്ട് പല കാര്യങ്ങളും നേടിയെടുക്കുമ്പോൾ അതൊക്കെ തള്ളാണ് എന്ന് പറയുന്ന നിങ്ങളെപ്പോലുള്ള കുറച്ച് വിവരമില്ലാത്ത, സിനിമയെക്കുറിച്ച് ഒരു അറിവുമില്ലാത്ത ആൾക്കാരുടെ ഇത്തരം കാര്യങ്ങൾ നമ്മൾക്ക് ഒട്ടും ദഹിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങളെപ്പോലുള്ള ആൾക്കാർ തന്നെയാണ് മമ്മൂക്കയ്ക്ക് ഒരു 100 കോടി കിട്ടാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ബസൂക്ക അവസാനം 20 മിനിറ്റ് അഴിഞ്ഞാടി ലോകത്തിലെ ഏറ്റവും മികച്ച അഭിനയം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തള്ളിയപ്പോഴേ ഞാൻ വിചാരിച്ചു അതിൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ ആവുന്നു. ഇതേപോലുള്ള ഡയലോഗ്സ് നിർത്തിയാൽ തന്നെ പലതും രക്ഷപ്പെട്ടേനെ. ചത്താപ്പച്ച മമ്മൂക്ക വന്നപ്പോൾ അങ്ങ് ആറാടി, വേറെ ലെവൽ, മമ്മൂക്ക തരംഗം, മമ്മൂക്കയാണ് ചത്താപ്പച്ചയെ രക്ഷപ്പെടുത്തിയത് എന്ന് വരെ പറഞ്ഞു. സത്യം പറഞ്ഞ ആ സിനിമ ഈ രീതിയിലായിപ്പോയത് മമ്മൂക്ക കാരണമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. മമ്മൂക്കയുടെ പെർഫോമൻസ് എനിക്ക് ഏറ്റവും മോശമായി തോന്നിയ ഒരു പടവും അതാണ്. അത് എനിക്ക് മാത്രം തോന്നിയ കാര്യമല്ല, പല ആൾക്കാർക്കും തോന്നിയ കാര്യവുമാണ്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ തള്ളി നിർത്തിയാൽ പല കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കും എന്നുള്ളതാണ്. മോഹൻലാലിന്റെ സിനിമകൾ കളക്ഷൻ നേടിക്കഴിഞ്ഞാൽ അത് മൊത്തം തള്ളാണ് പുള്ളിക്ക്. ട്രാക്കേഴ്സ് പറയുന്ന കണക്ക് അതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. 2-ാം ദിവസം 9 കോടി, 3-ാം ദിവസം 8 കോടി. ഇതൊക്കെ കേരള കളക്ഷനാണ്, വേൾഡ് വൈഡ് കളക്ഷൻ അല്ല. ഇതെടുത്ത് വെച്ചിട്ട് ഇങ്ങനെയുള്ള കളക്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത്ര കോടി കിട്ടുക എന്നാണ് പുള്ളി ചോദിക്കുന്നത്. മണ്ടനാണോ ഇയാള്? വേൾഡ് വൈഡ് കളക്ഷൻ എന്താണ്, കേരള കളക്ഷൻ എന്താണ്, റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ എന്താണ് എന്ന് പോലും അറിയാത്ത ഒരാള്. എന്തായാലും സിനിമാ കാഴ്ചക്കാരന്റെ കരച്ചിൽ അത് നന്നായിട്ടുണ്ട്. ഇനിയെങ്കിലും അകത്ത് കരഞ്ഞുകൊണ്ട് പുറത്ത് ചിരിച്ച് അഭിനയിക്കരുത്. ഞങ്ങൾക്ക് കാണാം, കേൾക്കാം നിങ്ങളുടെ കരച്ചിലിന്റെ ആ സൗണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ രാജേഷ് ചന്ദ്രൻ ചേട്ടനെ പോലെ ഒന്നില്ലെങ്കിൽ വീഡിയോ ചെയ്യാതിരിക്കുക. എന്തായാലും കയ്യിൽ നിന്ന് പോയി. ദൃശ്യം 3 200-300 ഒക്കെ നേടും. അപ്പോൾ പിന്നെ മിണ്ടാതിരിക്കുക. അതിനിടയിൽ വന്ന് കരയേണ്ട ഒരു കാര്യമില്ല. പല ആൾക്കാരും പുള്ളിയുടെ നിലവിളി ശബ്ദം കേട്ട് കാണും. കേട്ട ആൾക്കാർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ദൃശ്യം 3 വേറെ ലെവൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നു. മലയാള സിനിമ കണ്ട ചരിത്ര വിജയത്തിലേക്കാണ് ദൃശ്യം 3 പോയിക്കൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കാം സിനിമയുടെ ഫൈനൽ കളക്ഷനായിട്ട്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.